കഴുത്തിലും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകിക്കളഞ്ഞു. പിന്നെ അല്ലിക്കുട്ടൻ പറയുന്ന പോലെ കായലിൻ്റെ മണമാണ് അമ്മയെ വെക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തൊന്ന് കുളിപ്പിച്ചേക്കാം എന്തൊക്കെയായാലും. പിന്നെ അങ്ങനെ അവൾക്ക് മോഷനൊക്കെ പോയി അങ്ങനെയൊക്കെ ഇതായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴല്ലോ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കിടന്നു. ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. ഇനി എന്തെങ്കിലും പറ്റിപ്പോയോ, ദൈവമേ ഈശ്വര ഞാൻ കുളിപ്പിച്ചിട്ട് എന്തെങ്കിലും പറ്റിപ്പോയോ എന്നൊക്കെ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. കാരണം അത്രയേ ഉള്ളൂ, തീരെ ചെറുതാണ്. അപ്പോൾ കണ്ടോ കുളിച്ചിട്ട് പിന്നെ ഇങ്ങനെ കിടക്കും, ആ ചൂടിൻ്റെ സുഖത്തിൽ കിടക്കുമോ, ഇനിയും വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന പോലൊന്നും അല്ലല്ലോ. എനിക്കാണെങ്കിൽ ഇതുവരെ പട്ടിക്കുഞ്ഞിനെയൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്, പൂച്ചക്കുഞ്ഞിനെ ഒന്നും കുളിപ്പിച്ചിട്ട് എനിക്ക് ശീലമില്ല. അപ്പോൾ ഒരു തരത്തിൽ കളിപ്പെണ്ണിനെ കുളിപ്പിച്ച് എടുത്തു. പക്ഷേ വഴക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പാവം ഒരു വഴക്കം ഉണ്ടാക്കിയില്ല. ആദ്യം എനിക്ക് 2 കടിയൊക്കെ തരാൻ നോക്കി, പക്ഷേ പിന്നെ വഴക്കൊന്നും ഇല്ലാതെ പാവം അങ്ങനെ ഇരുന്നു. അങ്ങനെ കുളിപ്പിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ തണുക്കാനൊന്നും നിർത്തിയില്ല കേട്ടോ. പിന്നെ നല്ല ചൂടുവെള്ളമായിരുന്നു. പിന്നെ ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തുണി വെച്ച് ആദ്യം ഡ്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ദേഹമെല്ലാം ഉണക്കിയെടുത്തു. കാരണം കുഞ്ഞല്ലേ, അപ്പം പെട്ടെന്ന് ഇങ്ങനെ തണുപ്പടിക്കണ്ടെന്ന് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ട് ഡ്രയർ വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തു. അപ്പം അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരി പേടിച്ചു പോയി. അല്ലാതെ ചൂട് കൂടിയിട്ടൊന്നും അല്ല കേട്ടോ, നമ്മളതൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫില്ലറി പാലൊക്കെ കുടിച്ചു കേട്ടോ. പാലൊക്കെ കുടിച്ച് ഇപ്പോൾ കിടന്ന് ഉറങ്ങുമോ. ഒരു ജിറാഫിനെയൊക്കെ ഇപ്പോൾ കൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് കിടക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ജിറാഫിനെയൊക്കെ വാങ്ങിച്ച ആളെ സെറ്റാക്കി. ബാക്കി വിശേഷം നാളെ പറയാമേ.